കഥയെ ആരംഭിക്കുന്നത് തന്റെ ആദ്യത്തെ ശ്വാസത്തിനായി പൊരുതുന്ന ഒരു കൊച്ചുകുട്ടിയിലാണ്. 3 മാസം മുമ്പേയായിരുന്നു അവൻ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്. അവന്റെ ശരീരം വളരെയധികം ചെറുതും ദുർബലവുമായിരുന്നു. ആ രാത്രി അവൻ അതിജീവിക്കില്ല എന്ന് നഴ്സുമാർ പോലും രഹസ്യമായി പറഞ്ഞു. അവന്റെ മാതാപിതാക്കളാകട്ടെ മോന്റെ ജീവൻ രക്ഷിക്കാൻ സഹായത്തിന് എല്ലായിടത്തും പാഞ്ഞു നടന്നു. കിട്ടുന്ന ഏതൊരു പ്രതീക്ഷയിലും അവർ മുറുകെ പിടിച്ചു. ഒടുവിൽ ആ കുട്ടിയുടെ അച്ഛൻ ഒരു കടുത്ത തീരുമാനമെടുത്തു. ഒരു മന്ത്രവാദിയെ കൊണ്ട് പുരാതനമായ ഒരു ചടങ്ങ് നടത്താൻ അദ്ദേഹം അവരുടെ വീട് തന്നെ വിറ്റു. കുടുംബത്തിന് വീട് നഷ്ടപ്പെട്ടു. അവർ ഒരു ചെറിയ വാടകമുറിയിലേക്ക് ജീവിതം മാറ്റി. എല്ലാം ഒന്നിൽ നിന്നും ആരംഭിച്ചു. എന്നാലും ആ അച്ഛൻ ഓരോ തവണയും ആ നിമിഷത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഇപ്പോഴും കണ്ണുനീരടക്കി മൃദുവായി ചിരിക്കാറുണ്ട്. കാരണം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ആ കുട്ടി രക്ഷപ്പെട്ടു. ജുൻമിൻ എന്ന് ആ കുട്ടിക്ക് അവർ പേരും നൽകി. വളരെയധികം പാവമായ ഒരു കുട്ടിയായിട്ടാണ് ജുൻമിൻ വളർന്നു വന്നത്. എപ്പോഴും വളരെ ശാന്തനായി അവൻ കാണപ്പെട്ടു. വളരെയധികം ലോലമായ മനസ്സായിരുന്നു അവനുണ്ടായിരുന്നത്. മറ്റുള്ളവരിൽ നിന്ന് അതുകൊണ്ട് തന്നെ താൻ വ്യത്യസ്തനാണ്. ലോകത്തിലെ ഏറ്റവും മന്ദബുദ്ധിയായ കുട്ടി താനാണ്. താനൊരു വിഡ്ഢിയാണ് എന്നവൻ സ്വയം വിശ്വസിച്ചു. പക്ഷെ അവന്റെ ആ വിശ്വാസം മാറിമറിഞ്ഞത് അവൻ ആ 3 പേരെ പരിചയപ്പെട്ടപ്പോഴായിരുന്നു. അവനെപ്പോലെ തന്നെ നാണം കുടുങ്ങികളും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ മണ്ടത്തരവും നിറഞ്ഞിരുന്ന ആ 3 കുട്ടികൾ. ഏറെക്കുറെ ഒരേ സ്വഭാവമുള്ള അവർ അതോടെ വേർപിരിക്കാൻ പറ്റാത്ത വിധം അത്രമേൽ അടുത്തവരായി മാറി. പശ കൊണ്ടൊട്ടിച്ചതുപോലെ എല്ലാ കാര്യങ്ങളിലും അവർ ചേർന്നു നിന്നു. തങ്ങളുടെ തന്നെ അപകർഷതാബോധത്തെ അവർ കളികളാക്കി മാറ്റി. മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിഡ്ഢിയായി ആർക്കാണ് അഭിനയിക്കാൻ പറ്റുക എന്നവർ പരസ്പരം മത്സരിച്ചു. വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അവരുടെ സൗഹൃദവും ബന്ധവും കൂടുതൽ ദൃഢമായി. ജീവിതം അവരെ ഹൈസ്കൂൾ കാലയളവിൽ എത്തിച്ചപ്പോഴോ ഓരോരുത്തരും ഓരോ വ്യത്യസ്ത വ്യക്തിത്വങ്ങളായി മാറി. ആദ്യത്തെയാൾ തായ്ട്രോങ് എപ്പോഴും സ്കൂളിൽ ഒന്നാമനാകുന്ന മിടുക്കൻ. എന്നെങ്കിലും അവിടുത്തെ പ്രസിഡന്റ് ആവണം എന്നതാണ് അവന്റെ സ്വപ്നം. പക്ഷെ ഇത്രയൊക്കെ മിടുക്കനാണെങ്കിലും ആളൊരു ലോലഹൃദയനാണ്. മാർക്കിലോ ഗ്രേഡിലോ ചെറിയ കുറവ് വന്നാൽ പോലും ലോകം അവസാനിച്ചെന്ന പോലെയാണ് അവന്റെ പെരുമാറ്റം. സാധാരണ പഠിപ്പിസ്റ്റുകളായ കുട്ടികൾ ബാക്കി പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുമല്ലോ. പക്ഷേ തായ്ട്രോങ് അതിനൊരു അപവാദമാണ്. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാനും അവനറിയാം. അതുകൊണ്ട് തന്നെ അവനെ ശല്യം ചെയ്യാൻ ആരും തന്നെ തുനിയാറില്ല. അടുത്തയാൾ ബാച്ചിനാകട്ടെ പഠിക്കുന്ന കാര്യമേ വെറുപ്പാണ്. പക്ഷേ അവന് ഒരു അതിഗംഭീര വിദ്യ അറിയാം. കണ്ണ് തുറന്നിരുന്ന് അവൻ നല്ല അസലായി ഉറങ്ങും. നിർവാണയിൽ പ്രവേശിക്കുക എന്നാണ് അവനതിനെ വിളിക്കുന്നത്. അവന്റെ അമ്മ ബുദ്ധ സന്യാസിയാണ്. ബുദ്ധമത പാരമ്പര്യം അവൻ തുടരണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അവനതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സമാധാനമായി ഉറങ്ങണം എന്നത് മാത്രമാണ് അവന്റെ ചിന്ത. അടുത്തത് ജുൻമിൻ. പഠനകാര്യത്തിലോ കായിക രംഗത്തിലോ അവനത്ര മിടുക്കനൊന്നുമല്ല. താൻ വലിയ സുന്ദരനാണ് എന്നവനൊട്ടും കരുതുന്നുമില്ല. ആ ചെറിയ ടൗണിലെ ശരാശരി സൗന്ദര്യമുള്ള ഒരുത്തൻ എന്നാണ് അവൻ സ്വയം പറയുന്നത്. പക്ഷേ സ്കൂളിലെയും ചുറ്റുഭാഗത്തെയും പെൺകുട്ടികൾക്കും ആന്റിമാർക്കുമൊക്കെ ആ ശരാശരി മുഖം എന്തോ വലിയ ഇഷ്ടമാണ്. അവന്റെ തമാശ നിറഞ്ഞ സ്വഭാവവും ഊഷ്മളമായ പ്രകൃതവും കണ്ട് എല്ലാവരും അവനിൽ ഇംപ്രസ്ഡ് ആവാറുണ്ട്. പക്ഷെ അവനാകട്ടെ തന്റെ വിഡ്ഢിത്തവും തന്റെ കോമാളിത്തരവുമൊക്കെയാണ് ഇതിന് കാരണം എന്നായിരുന്നു ചിന്തിച്ചത്. അറിയപ്പെടുന്ന വളരെ വലിയൊരു DJ ആകണം എന്നതാണ് അവന്റെ രഹസ്യ സ്വപ്നം. അതൊന്നും നടക്കുമോ എന്നറിയില്ലെങ്കിലും അക്കാര്യം അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവരുടെ സംഘത്തിലെ ഒടുവിലത്തെയാൾ ഭീമനാണെങ്കിലും പാവത്താനായ ഡോച്ചിൻ ഒരു ബാസ്കറ്റ്ബോൾ താരമാകണം എന്നതായിരുന്നു അവന്റെ സ്വപ്നം. പക്ഷെ ഒരു കളിയിൽ പരിക്കേറ്റപ്പോ ആ സ്വപ്നം തകർന്നു. എപ്പോഴും തന്റെ പാരന്റ്സ് ബിയെ ദത്തെടുക്കാൻ സമ്മതിച്ചില്ല എന്ന് പരാതി പറയലാണ് അവന്റെ പ്രധാന കാര്യം. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബി എന്നവൻ വിളിക്കുന്നത് ഒരു പശുവിനെയായിരുന്നു. പശുവിനെ ദത്തെടുക്കാൻ അവന് പാരന്റ്സ് അനുവദിച്ചില്ല എന്നതാണ് അവന്റെ പരാതി. നിലവിലിപ്പോ മറ്റൊരു ലക്ഷ്യബോധവുമില്ലാതെ അവൻ അങ്ങനെ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ജുൻമിൻ തന്റെ കൂട്ടുകാരിയൊക്കെ താൻ DJ പരിശീലിക്കുന്ന ചെറിയ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി. ബാച്ചും ട്രുങ്ങും മടിയോടെ അവിടെ നടന്നപ്പോ ഡോച്ചിനിന്റെ ഉള്ളിൽ പെട്ടെന്നെന്തോ ഒരു ആവേശം ഉണർന്നു. കുട്ടിക്കാലം മുതൽ തനിക്ക് പെർഫെക്റ്റ് പിച്ചാണ് എന്നൊന്ന് ചിന്തിച്ച് അവനങ്ങ് അനൗൺസ് ചെയ്തു. അതിൽ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും അവന്റെ വിശ്വാസം ഉറച്ചതായിരുന്നു. താനും ഒരു കലാകാരനാവാൻ പോകുവാണ്. ജുൻമിനിന്റെ കൂടെ കൂടി താനിനി ആർട്ടിന്റെ പിന്നാലെ പോകുവാണ് എന്നവൻ ആ നിമിഷം പ്രഖ്യാപിച്ചു. വീട്ടിലെത്തി അവനക്കാരൻ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോഴോ പാരന്റ്സ് അവനെ ആ നിമിഷം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. പിന്നീട് 1 മാസത്തോളം അവൻ ട്രുങ്ങിന്റെ വീടിന്റെ മട്ടുപ്പാവിലായിരുന്നു താമസിച്ചത്. ഒടുവിൽ DJ ആവാനുള്ള അവന്റെ ആഗ്രഹം അവന്റെ മാതാപിതാക്കൾ സമ്മതിച്ചു. അന്നു മുതലായിരുന്നു അവന്റെ സംഗീതയാത്ര ആരംഭിച്ചത്. അന്നു മുതൽ അവനും ജുൻമിനും വലിയ മ്യൂസിക് ഫെസ്റ്റിവലിൽ ഒരുമിച്ച് പ്രകടനം നടത്താൻ സ്വപ്നം കണ്ടു. പക്ഷേ യാഥാർത്ഥ്യം വളരെ വിപരീതമായിരുന്നു. നടക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്നാലും അവരുടെ ജീവിതത്തിലെ ആദ്യ വേദി
ആ മട്ടുപാവായിരുന്നു. അവരുടെ ജീവിതം അങ്ങനെ നല്ല രീതിയിൽ പെർഫെക്റ്റായി മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് ഇടുത്തി പോലെ ഒരു വിവരം അവരിലേക്ക് വന്നെത്തുന്നത്. ജുൻമിനിന്റെ കുടുംബം ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അതും ആ കൊല്ലത്തെ ബിരുദദാനത്തിന് ശേഷം. അതോടെ ആ സുഹൃത്തുക്കൾ വേർപിരിയും. അവർ അതുവരേക്കും ഒരുമിച്ചൊരു യാത്ര പോയിട്ടില്ലായിരുന്നു. മര്യാദക്കൊരു സ്കൂൾ ട്രിപ്പിനും ഒന്നിച്ച് പോവാൻ പറ്റിയിട്ടില്ല. മുമ്പൊരു അവസരം വന്നതായിരുന്നു. പക്ഷേ അതിന്റെ തൊട്ടു മുമ്പാണ് ജുങ്മിനെ സ്കൂളിലെ കുറച്ചു കുട്ടികൾ ആക്രമിച്ചത്. വിവരമറിഞ്ഞ് അങ്ങോട്ടേക്കെത്തിയ ട്രുങ് ജുങ്മിനെ തൊട്ടവരെ നല്ല രീതിയിൽ മർദ്ദിച്ചു. പിന്നാലെ ഡോജിനും ബാച്ചും കൂടി എത്തി ഫുൾ ഓൺ ഫുൾ ഫൈറ്റിലേർപ്പെട്ടു. പക്ഷേ ബാച്ചും ഡോജിനുമാകട്ടെ ആ ഒരു പരിഭ്രാന്തിയിൽ ട്രുങ്ങിനെ തന്നെയായിരുന്നു അടിച്ചത്. എന്തായാലും ആകെ കോമഡിയായി. പക്ഷേ യഥാർത്ഥ പ്രശ്നം പറ്റിയത് അപ്പോഴല്ല. വിവരം സ്കൂൾ പ്രിൻസിപ്പലിന്റെ മുമ്പിലെത്തി. സ്കൂൾ അവരെ എല്ലാവരെയും ശിക്ഷിച്ചു. സ്കൂൾ ട്രിപ്പിൽ നിന്ന് ശിക്ഷയായിട്ട് അവരെ മാറ്റി നിർത്തി. എന്തായാലും 4 കൂട്ടുകാരും കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എവിടെയെങ്കിലും ടൂർ പോകണം. ഒടുവിൽ ജുൻമിൻ ഒരു സജഷൻ മുമ്പിലേക്ക് വെച്ചു. അവരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ തായ്ലാന്റ്. അവിടെ ജുൻമിനിന്റെ ഐഡലായ DJ പെർഫോം ചെയ്യുന്നുമുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ പണമില്ല. മാതാപിതാക്കൾ ആ ട്രിപ്പ് പോവാൻ സമ്മതിക്കേമില്ല. എല്ലാം കേട്ടുനിന്നപ്പോ ട്രുങ് മുന്നിട്ട് വന്നു. ട്രുങ് പറഞ്ഞു, ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അവസാന സമ്മാനമായിരിക്കും. ഒരു ദിവസം 3 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. ട്രുങ് അത് പറഞ്ഞപ്പോ ആർക്കും കാര്യം മനസ്സിലായിരുന്നില്ല. പക്ഷേ ഒടുവിൽ ട്രുങ് ആ പറഞ്ഞ വാക്ക് പാലിച്ചു. യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷയിൽ അവൻ ഫുൾ മാർക്ക് വാങ്ങി. ട്രുങ്ങിന്റെ അച്ഛൻ അത് ആഘോഷിക്കാൻ വലിയൊരു വിരുന്ന് തന്നെ ഒരുക്കി. വിരുന്നിനിടയിൽ തന്റെ മകന് സമ്മാനമായി എന്തും ചോദിക്കാമെന്നും എന്തും താൻ സാധിച്ചു തരും എന്നാ അച്ഛൻ പറഞ്ഞു. ഒട്ടും മടിച്ചില്ല. ട്രുങ് ആവശ്യപ്പെട്ടു, തനിക്ക് തന്റെ ഈ കൂട്ടുകാർക്കൊപ്പം തായ്ലാന്റിലേക്ക് ഒരു യാത്ര പോകണം. അത് കേട്ടതും അവന്റെ അച്ഛൻ അക്കാര്യത്തിൽ ഒന്നും അടിച്ചു. മറ്റൊരു രാജ്യത്തേക്ക് 4 ആൺകുട്ടികൾ തനിച്ചു പോകുന്നു. അടുത്ത തവണയാകട്ടെ അദ്ദേഹം സൗമ്യമായി പറഞ്ഞു. പക്ഷേ ആൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന വാചകം എപ്പോഴും അടുത്ത തവണ എന്നതായിരുന്നു. അടുത്ത തവണ എന്നത് നടക്കാനേ പോകുന്നില്ല. ജുൻമിനിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. തായ്ട്രുങ്ങിന്റെ ശബ്ദമിടറി. കാരണം അവർക്ക് കൃത്യമായിട്ടറിയാം ജീവിതം അവരെ പല ദിശകളിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. അതിനു മുമ്പ് അവർ ഒന്നിച്ചു വളർന്നു വന്ന കാലത്തെ അവരുടെ കൗമാരത്തെ മുറുകെ പിടിക്കാനുള്ള അവസാന അവസരമാണിത്. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞപ്പോ മൊത്തത്തിലൊരു നിശബ്ദത ഉടലെടുത്തു. ആ നിശബ്ദതയിൽ ഒന്ന് മാറി മറഞ്ഞു. കാരണം അത് വെറുമൊരു യാത്രയല്ല. അവരുടെ ഹൃദയത്തിൽ കൊത്തിവെക്കാൻ ആഗ്രഹിച്ച അവസാന ഓർമ്മയാണത്. ഗ്രാജുവേഷന് ശേഷം എല്ലാവരും വേർപിരിഞ്ഞു പോകുമല്ലോ എന്ന വേദന 4 സുഹൃത്തുക്കളുടെയും ഉള്ളിലേക്ക് ഇരച്ചിരമ്പി വന്നു. നിയന്ത്രണമില്ലാതെ അവരങ്ങ് പൊട്ടിക്കരഞ്ഞു. മാതാപിതാക്കൾക്കും അത് കണ്ട് വിഷമം തോന്നി. പെട്ടെന്നായിരുന്നു ജുൻമിനിന്റെ അമ്മ മുന്നോട്ടേക്ക് എഴുന്നേറ്റ് വന്നത്. വികാരാധീനയായ ശബ്ദത്തോടെ അവർ പറഞ്ഞു, അവരുടെ യാത്രയ്ക്ക് താൻ സമ്മതം നൽകുന്നു. യാത്രയുടെ മുഴുവൻ ചെലവും താൻ ഒറ്റയ്ക്കേറ്റെടുക്കും. തന്റെ മകൻ ജുൻമിൻ എല്ലാത്തിനെയും അതിജീവിച്ചതിനും ശക്തനായി വളർന്നതിനും ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നതിനും അവരുടെ കൂട്ടുകാരാണ് പ്രധാന കാരണക്കാർ. അതിന് ആ കുട്ടികളോട് എനിക്ക് വലിയ കടപ്പാടും നന്ദിയുമുണ്ട്. അതിനുള്ള പ്രതിഫലമായി അവരുടെ ഈ ടൂർ താൻ ഏറ്റെടുക്കുന്നു. അത് കേട്ടതും ആ 4 കൂട്ടുകാരും സന്തോഷത്തോടെ ആർപ്പ് വിളിച്ചു. അങ്ങനെ ഒടുവിൽ അവർ കാത്തിരുന്ന ദിവസമെത്തി. അവർ ആവേശത്തോടെ വിമാനത്താവളത്തിലേക്കുള്ള ബസ് കയറി. 10 വർഷം കഴിയുമ്പോൾ താൻ ലോകപ്രശസ്തനായ ഒരു DJ ആകുമെന്നും അന്ന് നിങ്ങളെയൊക്കെ VIP അതിഥികളായി DJ പാർട്ടിയുടെ മുൻനിരയിൽ ഇരുത്തുമെന്നും വിമാനത്തിൽ കൊണ്ടുപോകും എന്നുമൊക്കെ ജുൻമിൻ അങ്ങ് തട്ടിവിട്ടു. കൂട്ടുകാരൊക്കെ അത് തമാശയാക്കി പരസ്പരം കളിയാക്കി. ഇനി തങ്ങളുടെ ഈ യാത്ര ഒന്നിനും തടയാൻ പറ്റില്ല എന്നവർ സ്വപ്നം കണ്ടു. പക്ഷേ ജീവിതം നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ലല്ലോ മുമ്പോട്ടേക്ക് പോകുന്നത്. എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഹൈവേയിലെ ഒരു ചെറിയ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ബസ് നിർത്തി. ബാച്ചിന് അപ്പോഴായിരുന്നു വയറുവേദന വന്നത്. ബാത്റൂമിൽ പോകണം. അവൻ ബാത്റൂമിലേക്ക് ഓടി. കൂട്ടുകാരൊക്കെ അവൻ പുറത്തിറങ്ങാൻ കാത്തുനിന്നു. സമയം വൈകുന്നുണ്ടായിരുന്നു. ഒടുവിൽ ബാച്ച് ഇറങ്ങി പുറത്തു വന്നപ്പോഴേക്കും അവരുടെ ബസ് അവിടം വിട്ടുപോയി. അവരുടെ വിമാനവും നഷ്ടമായി. അവരുടെ സ്വപ്നയാത്ര ഒരു നിമിഷം കൊണ്ടില്ലാതായി. അവരാകെ തകർന്നു. പക്ഷേ എല്ലാവരും ഒന്നിച്ച് പരസ്പരം പ്രോമിസ് ചെയ്തു, നമ്മൾ എന്തായാലും അടുത്ത തവണ ഉറപ്പായും ട്രിപ്പ് പോകും. പക്ഷെ ആ അടുത്ത തവണ സംഭവിച്ചതേയില്ല. ജുൻമിനിന്റെ കുടുംബം വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. പിന്നീട് 10 വർഷക്കാലം കടന്നുപോയി. സൗഹൃദബന്ധം പതിയെ പതിയെ അകന്ന കൂട്ടുകാർ പല വഴിയിലേക്കായി. തായ്ട്രുങ് ഇപ്പോൾ ഒരു നാഷണൽ അസംബ്ലി മെമ്പറുടെ സെക്രട്ടറിയാണ്. ജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റാനും ഇലക്ഷനിൽ വിജയിക്കാനും ഒക്കെ വേണ്ടി എപ്പോഴും നിരാഹാര സമരം അഭിനയിക്കുന്ന ഒരു ബോസിനെയാണ് അവനിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ള മറ്റുള്ളവർ ബോസിന് രഹസ്യമായി എനർജി ബാറുകളൊക്കെ കൊണ്ടുകൊടുക്കും. ആദ്യം
താൻ വലിയ നേതാവാണ്, സന്മാർഗിയാണെന്നൊക്കെ കാണിച്ച് ആ നേതാവ് ഇരുന്നെങ്കിലും വൈകാതെ അയാളും അത് വാങ്ങി അതിന്റെ കവർ പൊളിക്കാൻ സെക്രട്ടറിയായ ട്രുങ്ങിനെടുക്കൽ അയാൾ ആ എനർജി ബാർ കൊടുത്തു. ട്രുങ്ങാകട്ടെ അത് അപ്പോൾ തന്നെ അവിടുത്തെ ചവറ്റുകുട്ടയിലേക്ക് ഇട്ടു. ഇതെന്റെ നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം ക്ഷീണിച്ചിരിക്കുന്നത് തന്നെയാണ്. അസംബ്ലി മെമ്പർ ഞെട്ടലോടെ ട്രുങ്ങിനെ നോക്കി. ഒടുവിൽ ട്രുങ് പറഞ്ഞത് ശരിയാണെന്ന മട്ടിൽ മറ്റുള്ളവർ നോക്കി നിൽക്കുന്നത് കൊണ്ട് തലകുലുക്കി. ചവറ്റുകുട്ടയിൽ കിടക്കുന്ന എനർജി ബാർ നോക്കി അയാൾ വല്ലാതെ വിശന്ന് നാവു നുണയുന്നുണ്ടായിരുന്നു. മറുവശത്ത് ബാച്ചാകട്ടെ അമ്മ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിന് സമീപം ഒരു ടാറ്റു ആർട്ടിസ്റ്റായി മാറി. അവന്റെ അമ്മ ഇപ്പോഴും അവൻ ബുദ്ധമതത്തിലേക്ക് വരും, സന്യാസിയാകുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ ബാച്ചിന് അതിലൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. മഷിയും സൂചിയുമാണ് തന്റെ ജീവിതം, അതാണ് തന്റെ വിധി എന്നാണ് അവന്റെ വിശ്വാസം. ലൗകിക സുഖങ്ങൾ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായിരുന്നുമില്ല. കൂട്ടത്തിൽ ഏറ്റവും സ്വതന്ത്രനും നിഷ്കളങ്കനുമായിരുന്ന ഡോച്ചിൻ നിലവിൽ ആശുപത്രിയിലാണ്. അവന് ഒരു മാനസികാഘാതം ഏർപ്പെട്ടിരുന്നു. മാനസിക നില തെറ്റിയതിൽ പിന്നെ അവൻ ചികിത്സയിലായിരുന്നു. ഡോക്ടർമാർ ഇപ്പോൾ പുരോഗതിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവനെ ഒരിക്കൽ കാണാനെത്തിയപ്പോൾ അവന്റെ ശൂന്യമായ കണ്ണുകളിൽ നിന്നും ട്രുങ്ങും ബാച്ചും ആ സത്യം മനസ്സിലാക്കി. അവന്റെ ഓർമ്മകൾ വല്ലാതെ ദുർബലമാണ്. അവന്റെ മനസ്സിപ്പോഴും ആഘാതത്തെ അതിജീവിച്ചിട്ടില്ല. വൈകാതെ ആശുപത്രിയിൽ നിന്നും ഡോച്ചിൻ ഡിസ്ചാർജ് ആവും. ഡോച്ചിൻ ഡിസ്ചാർജ് ആവുന്ന ദിവസം നമുക്കെല്ലാവർക്കും ഒന്ന് ഒന്നിച്ചുകൂടാം എന്ന് ട്രുങ് കൂട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ ആ ദിവസം എത്തി. ഡോച്ചിൻ ഡിസ്ചാർജ് ആവുന്ന ദിവസം അന്ന് രാവിലെ ടിവിയിൽ ഒരു വാർത്ത വന്നു. ഡോജിൻ അത് നോക്കിക്കണ്ടു. ജുൻമിന്റെയും ഡോജിനിന്റെയും ആരാധനാപാത്രമായിരുന്ന ഐഡലായിരുന്ന ആ ഇതിഹാസ DJ തായ്ലൻഡിൽ തന്റെ അവസാനത്തെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്നു. റിട്ടയർമെന്റിന് മുമ്പുള്ള അവസാനത്തെ പ്രോഗ്രാം. അത് കണ്ടതും ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ചില ഓർമ്മകൾ ഡോച്ചിനിൽ ഉണർന്നു വന്നു. അന്ന് വൈകുന്നേരം ട്രുങ്ങും ഡോച്ചിനും അവരുടെ പഴയ ബാർബിക്യൂ സ്പോട്ടിൽ വെച്ച് കണ്ടുമുട്ടി. അവർ സംസാരം ആരംഭിക്കുമ്പോഴേക്കും ആവേശത്തോടെ ഞാൻ ജുൻമിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഡോജിൻ ഫോൺ എടുത്തു. പക്ഷേ ട്രുങ് അവനെ തടഞ്ഞു. ന്യൂസിലാൻഡിൽ ഇപ്പോ അർദ്ധരാത്രിയായിരിക്കും, അവനെ ബുദ്ധിമുട്ടിക്കണ്ട ട്രുങ് പറഞ്ഞു. പിന്നാലെ അവർ ഭക്ഷണം കഴിച്ച് സംസാരിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു മൊട്ടത്തലയൻ രൂപം പ്രത്യക്ഷപ്പെട്ടത്. അത് ബാച്ചായിരുന്നു. പഴയ ബാച്ച് അല്ല, മങ്കായി മാറാൻ ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്ന പുതിയ ബാച്ച്. ബാച്ചിന്റെ അമ്മ അവന്റെ തല നിർബന്ധിച്ച് ഷേവ് ചെയ്യിപ്പിച്ചു. നിലവിലിപ്പോൾ അവന്റെ സന്യാസ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അവനിപ്പോ ഭിക്ഷാടനമാണ് പരിശീലിക്കുന്നത്. അടുത്ത മാസം ഔദ്യോഗികമായി ഭിക്ഷയൊക്കെ ചെയ്ത് സന്യാസിയായി അവൻ അഭിഷേകം ചെയ്യപ്പെടും. പുക നിറഞ്ഞ ഒരു ബാർബിക്യൂ റെസ്റ്റോറന്റിൽ ഒരു സന്യാസിയെ കണ്ടത് അവിടെയുള്ള എല്ലാവരെയും ഞെട്ടിച്ചു. അവനെ വണങ്ങണോ അതോ അവന് കൂടുതൽ മാംസം നൽകണോ, എന്ത് വേണം എന്നോർത്ത് എല്ലാവരും ഒന്ന് കൺഫ്യൂസ്ഡ് ആവുക പോലും ചെയ്തു. പക്ഷേ ബാച്ചാകട്ടെ ശാന്തനായി അവിടെ വന്നിരുന്നു. ചോപ്സ്റ്റിക് എടുത്ത് ഭക്ഷണം കഴിക്കാനും തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ലൗകികമായ മോഹങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. കൂട്ടുകാർ അവനെ അതിശയത്തോടെ നോക്കുന്നുമുണ്ടായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു യുവതി കടന്നു വന്നത്. തിളങ്ങുന്ന കണ്ണുകളും ദൃഢനിശ്ചയവുമുള്ളവൾ. സ്നെയിൽ എന്നായിരുന്നു അവളുടെ പേര്. ഹൈസ്കൂൾ കാലം മുതൽ ട്രുങ്ങിനെ പ്രണയിച്ചു നടക്കുന്ന പെൺകുട്ടി. ട്രുങ്ങാകട്ടെ പക്ഷെ അവളെ വലിയ തോതിൽ മൈൻഡ് ചെയ്തിരുന്നേയില്ല. മറ്റൊരാളുടെ പ്രണയകഥയിൽ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറായി ഒരാളുണ്ടാവുമല്ലോ, അതുപോലെയാണ് അവൾ എന്ന് പറഞ്ഞ് ട്രുങ് അവളെ തള്ളിക്കളയുമായിരുന്നു. പക്ഷേ അവളാകട്ടെ ഒരിക്കലും അവനെ വിട്ടുപോയില്ല. ബാച്ചിന്റെ അമ്മയ്ക്കടുക്കൽ നിന്നും ട്രുങ്ങിന്റെ സ്ഥലം ചോദിച്ചു മനസ്സിലാക്കി. അവൾ ദേ ഇപ്പോൾ അവരുള്ള ഇടത്തേക്ക് പോലും വന്നു ചേർന്നിരിക്കുകയാണ്. സ്നെയിലിന് ട്രുങ്ങിനോടുള്ള സ്നേഹം ആരംഭിക്കുന്നത് പോലും ഏറെ രസമുള്ള ഒരു കഥയാണ്. സ്നെയില് ട്രുങ്ങിന്റെ അനിയത്തിയുടെ കൂട്ടുകാരിയായിരുന്നു. ഒരിക്കൽ കുറച്ച് ബുള്ളീസ് അവരെ വളഞ്ഞ് തടഞ്ഞു നിർത്തി. ട്രുങ് അത് കണ്ടു. അവൻ അവരോട് ഫൈറ്റ് ഒന്നും ചെയ്തില്ല. വളരെ സമാധാനത്തിൽ ട്രുങ് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു. അതോടെ അവര് പേടിച്ചോടി. അടുത്ത തവണ അവരൊക്കെ നിന്നെ ശല്യം ചെയ്ത നീ എന്റെ കാമുകിയാണെന്ന് പറഞ്ഞേരെ എന്ന് ട്രുങ് അന്ന് സ്നെയിലിനോട് പറഞ്ഞു. ആ ഒരൊറ്റ വാചകമാണ് സ്നെയിലിന് ട്രുങ്ങിനോടുള്ള പ്രണയം വളർത്തിയത്. ട്രുങ്ങാണ് തന്റെ എല്ലാമെന്ന് അവൾ അതോടെ അങ്ങ് തീരുമാനിച്ചു. എല്ലാ ദിവസവും അവൾ അതോടെ അവന്റെ വീട്ടിൽ പോയി തുടങ്ങി. അമ്മയോട് കൂട്ടുകൂടി അവന്റെ വീട്ടിലെ ജോലികൾ ചെയ്യാനും അമ്മയെ സഹായിക്കാനും ആരംഭിച്ചു. ഒടുവിൽ ട്രുങ്ങിന്റെ അമ്മ അവളെ സ്നേഹത്തോടെ മരുമകളെ എന്ന് വിളിക്കാനും തുടങ്ങി. ട്രുങ് അവളോട് സംസാരിച്ച് നീ നന്നായി പഠിക്ക്, എന്നിട്ട് നമുക്കിതിനെപ്പറ്റി ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവളതൊന്നും കാര്യമായി എടുത്തില്ല. കാര്യം താൻ പഠിച്ച് യൂണിവേഴ്സിറ്റി പാസ്സായി വരും എന്നൊക്കെ അവൾ ശപഥം ചെയ്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല എന്നതായിരുന്നു സത്യം. എന്നാലും ട്രുങ്ങിന് പിന്നാലെ അവൾ ഇപ്പോഴും ഉണ്ട്. രാത്രി അങ്ങോട്ടേക്ക് എത്തിയ അവൾ അവരുടെ കൂടെ കയറിയിരുന്നു. സംസാരത്തിനിടയിൽ ട്രുങ് ഡോച്ചിനോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോടാ? ഡോച്ചിൻ ഒട്ടും മടിക്കാതെ പറഞ്ഞു, നമ്മുടെ നടക്കാതെ പോയ ആ തായ്ലൻഡ് യാത്രയില്ലേ, അത് നമുക്ക് പൂർത്തിയാക്കിയാലോ? എനിക്ക് തായ്ലൻഡിൽ പോകണം. പക്ഷേ പറ്റില്ലെന്നുടൻ തന്നെ ട്രുങ് തലകുലുക്കി. ഡോച്ചിനിന്റെ അസ്ഥിരമായ ഒരു അവസ്ഥയിൽ യാത്ര ചെയ്യുന്നത് അപകടമാണെന്ന് അവൻ അറിയാമായിരുന്നു. ഡോച്ചിൻ
വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. പക്ഷെ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ട്രുങ്ങിന്റെ മറുപടി. അതോടെ ഡോജിൻ ആകെ നിരാശയിലാണ്ടു. നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ മാഞ്ഞു. അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോ അവൻ വീണ്ടും ജുൻമിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫോൺ കട്ടായി. ജുൻമിൻ തിരക്കാണ് എന്ന് മാത്രമായിരുന്നു മറുവശത്ത് നിന്ന് കേട്ടത്. ഡോജിൻ നിശബ്ദനായിരുന്നു. ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് പഴയ ഫിലിം റോളിലെന്ന പോലെ ഓടി വന്നു. മുമ്പ് അവന്റെ മാതാപിതാക്കൾ അവനെ പുറത്താക്കിയപ്പോൾ ട്രുങ്ങിന്റെ മട്ടുപ്പാവിൽ അവൻ തനിച്ചുറങ്ങിയ രാത്രിയുടെ ഓർമ്മകൾ. പക്ഷെ ആ രാത്രികൾ അത്രമേൽ സന്തോഷം നൽകിയ രാത്രികളായിരുന്നു. അവരുടെ യൗവനത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ പിറന്ന രാത്രികൾ. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും അവിടെ ഡോജിൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. കൂട്ടുകാർ അവനൊപ്പം വൈകുന്നേരം അവിടെ എത്തി ഒത്തുകൂടും. ചിരിച്ചും തർക്കിച്ചും ആശ്വസിപ്പിച്ചും പരസ്പരം പരിഹസിച്ചും അവരവരുടെ സൗഹൃദം വളർത്തിക്കൊണ്ടിരിക്കും. എല്ലാവരും ഒത്തുചേരുമ്പോ അവരവരുടെ വിഷമങ്ങൾ മറക്കും. ജീവിതം അത്രമേൽ സുന്ദരമായിരുന്ന നാളുകൾ. ഒരു രാത്രിയിൽ ജോലി കഴിഞ്ഞ് ട്രുങ് തന്റെ ഫ്ളാറ്റിലേക്ക് വന്നപ്പോ കണ്ടത് വീടിനകത്ത് കയറി സോഫയിൽ കിടക്കുന്ന ബാച്ചിനെയായിരുന്നു. നോക്കുമ്പോ ഡോജിൻ ബാത്റൂമിൽ നിന്ന് സ്വന്തം വീട് പോലെ പുറത്തേക്ക് വരുന്നു. ക്ഷണിക്കപ്പെടാതെയാണ് അവർ എത്തിയതെങ്കിലും അവരുടെ ആ വരവിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. 10 വർഷമായി തങ്ങളെ വേട്ടയാടുന്ന അതേ ആഗ്രഹത്തിലേക്ക് അവരുടെ സംഭാഷണങ്ങൾ തിരിച്ചെത്തി. ഡോജിൻ അവരോടായി പറഞ്ഞു, എന്റെ യൗവനവും ജീവിതത്തിലെ നല്ലൊരു കാലയളവും മരുന്നുകളാലും മറന്നുപോയ സ്വപ്നങ്ങളാലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എനിക്കിപ്പോ ഭേദമായി വന്നുകൊണ്ടിരിക്കുകയല്ലേ. കുറച്ചു ദിവസത്തേക്ക് മാത്രമായെങ്കിലും നമുക്ക് ആ ടൂർ പോയിക്കൂടെ? തിളങ്ങുന്ന കണ്ണുകളോടെയായിരുന്നു അവൻ ചോദിച്ചത്. അവിടെ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. ഒടുവിൽ മൃദുവായി വിമുഖതയോടെയെങ്കിലും ട്രുങ് തലയാട്ടി. ബാച്ച് ഇരുവരുടെയും കൈപിടിച്ച് പ്രോമിസ് ചെയ്യിക്കുന്ന പോലെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മളിത് ചെയ്യുവാണെങ്കിൽ പഴയ രീതിയിൽ തന്നെ ചെയ്യണം. നമുക്ക് വീണ്ടും കൊറിയയിലെ ഏറ്റവും വലിയ മണ്ടന്മാരാകാം. അങ്ങനെ അതങ്ങ് തീരുമാനിക്കപ്പെട്ടു. അടുത്ത ദിവസം ട്രുങ് തന്റെ ബോസിന്റെ അടുത്തെത്തി. പാർട്ടി കോൺഗ്രസിന്റെ തൊട്ടു മുമ്പ് തനിക്ക് അവധി വേണമെന്ന് പറഞ്ഞു. അവന്റെ ബോസ് ഒന്ന് ബോധം കെട്ട് വീഴാൻ പോലും പോയി. അത്രയും തിരക്കേറിയ സമയമാണ്, അവധി തരാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു. ഉടൻ ട്രുങ്ങിന്റെ മറുപടി വന്നു, എന്റെ ഉറ്റ സുഹൃത്തിന് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഭാവിയിൽ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഞാൻ എങ്ങനെ പാലിക്കും? ട്രുങ് ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. ഇവനിതെന്താ ഭ്രാന്തായോ എന്ന് ബോസ് ചിന്തിച്ചെങ്കിലും ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ബോസ് അവന് ലീവ് കൊടുക്കാൻ സമ്മതിച്ചു. മറുവശത്ത് ബോച്ചാകട്ടെ അമ്മയ്ക്കടുത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ അമ്മ സമ്മതിക്കുന്നേയില്ല. അനുനയം പരാജയപ്പെട്ടപ്പോ ബോച്ച് നാടകീയമായി അവിടെ പെർഫോം ചെയ്യാൻ ആരംഭിച്ചു. നിങ്ങൾ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാകും, യേശുവിൽ വിശ്വസിക്കും, യേശു എന്നെ രക്ഷിക്കും, ഹല്ലേലൂയ. അതോടെ ബാച്ചിന്റെ അമ്മ ഭയന്ന് സമ്മതം കൊടുത്തു. അങ്ങനെ പുറപ്പെടാൻ തീരുമാനിച്ച ദിവസം ട്രുങ് ആദ്യമേ വിമാനത്താവളത്തിലെത്തി. മറ്റുള്ളവരെ കാത്തു നിൽക്കാൻ തുടങ്ങി. വൈകാതെ ബാച്ച് കടന്നു വന്നു. അതും പൂർണ്ണമായ സന്യാസി വസ്ത്രം ധരിച്ച്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഷാവലിൻ ടെമ്പിളിൽ ചേരാൻ പോകുവാണോ? ഈ കോലത്തിലാണോ ടൂർ വരുന്നേ? ട്രുങ് ദേഷ്യപ്പെട്ടു. പേടിക്കണ്ട, എന്റെ ഗുരുവിനെ തടയുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോന്നു. ഓടിപ്പോകുന്നത് സന്യാസത്തിലെ ഒരു നിയമത്തിന്റെയും ലംഘനമല്ല. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം, ബാച്ച് പറഞ്ഞു. തൊട്ടുപുറകെ അങ്ങോട്ടേക്ക് ഡോജിനും കടന്നു വന്നു. കുറെ പെട്ടികളുമായി വലിയൊരു ചിരിയോടെയായിരുന്നു അവന്റെ വരവ്. ജുൻമിനിന്റെ എല്ലാ വസ്ത്രങ്ങളും ജുൻമിനെ പോലെ വസ്ത്രം ധരിപ്പിച്ച ഒരു വലിയ പാവയെയും അവൻ തന്റെ കൂടെ കൂട്ടിയിരുന്നു. ഇതെന്തോന്നാടാ, നീ മരുന്ന് കഴിക്കുന്നത് നിർത്തിയോ? അതോ നിന്റെ കാട്ടിക്കൂട്ടുകളും പ്രശ്നവും കൂടി വരുവാണോ? ട്രുങ് അവനോട് ഗൗരവത്തോട് ചോദിച്ചു. ഡോജിൻ ആകട്ടെ അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. തങ്ങളുടെ കൂടെ ജുൻമിനും മാറ്റൂറിനുണ്ടാകണം എന്നവൻ ആഗ്രഹിച്ചിരുന്നു. എന്തായാലും അവരെല്ലാവരും ഒടുവിൽ വിമാനത്തിനകത്തെത്തി. ജുൻമിനിന്റെ പാവ ലഗേജ് കമ്പാർട്ട്മെന്റിലും. വിമാനം പുറപ്പെടാനൊരുങ്ങുകയായിരുന്നു. നല്ല രീതിയിൽ യാത്ര നടക്കണേ, കുഴപ്പമൊന്നും ഉണ്ടാവരുതേ എന്ന് ട്രുങ് പ്രാർത്ഥിച്ചു. ബാച്ചാകട്ടെ മോക്ഷത്തിനായി ധ്യാനിച്ചു. ഡോച്ചിൻ വിമാനത്തിലിരുന്ന് മ്യൂസിക് ഫെസ്റ്റിവലിനെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു. രാത്രിയായപ്പോ ഡോച്ചിൻ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. ബാച്ച് നിർവ്വാണയിൽ പ്രവേശിച്ചു. ട്രുങ്ങിനാകട്ടെ ബാത്റൂമിൽ പോവാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. ട്രുങ് എഴുന്നേറ്റ് നേരെ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് ചെന്നു. ടോയ്ലറ്റിനകത്ത് ആരോ ഉണ്ട്. അവൻ വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയതാകട്ടെ സ്നെയിലായിരുന്നു. സ്നെയിലിനെ കണ്ടതും ട്രുങ് ഞെട്ടി. നീ എങ്ങനെ ഇവിടെ? അവൻ ചോദിച്ചു. സ്നെയിൽ പറഞ്ഞു, എന്റെ ആള് പുറം രാജ്യത്ത് പോകുമ്പോ, അതും തായ്ലാന്റിൽ പോകുമ്പോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കും. പേടിക്കണ്ട, നിന്റെ ബോഡി ഗാർഡ് ഇതാ എത്തിക്കഴിഞ്ഞു, നീ സുരക്ഷിതനായിരിക്കും. സ്നെയിലിന്റെ വാക്കുകേട്ട് ട്രുങ്ങിന്റെ കണ്ണു തള്ളി. എന്തായാലും 4 പേരും സുരക്ഷിതമായി തായ്ലാന്റ് എയർപോർട്ടിൽ വന്നിറങ്ങി. ഈർപ്പമുള്ള കാറ്റ് അവരുടെ മുഖത്തടിച്ചു. അവർക്കവിടുത്തെ കാഴ്ചകൾ പുതുതായി തോന്നി തുടങ്ങിയിരുന്നു. വിമാനത്താവളത്തിന് പുറത്തേക്ക് അവർ ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീയുടെ പേഴ്സ് താഴെ വീണു. ട്രുങ് അത് കണ്ടു. അവൻ അതെടുത്ത് അവളുടെ പിന്നാലെ ഓടി കൊടുത്തു. സുന്ദരിയായ ആ സ്ത്രീ അവനോട് നന്ദി പറഞ്ഞ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് തന്റെ ഫോൺ നമ്പർ അവന് കൊടുത്തു. പക്ഷേ ട്രുങ് ശ്വാസം വിടുന്നതിന് മുമ്പ് സ്നെയിൽ ആ പേപ്പർ കൈവശപ്പെടുത്തി അതങ്ങ് വിഴുങ്ങി. ട്രുങ് അങ്ങനെ ഇപ്പോ മറ്റൊരു പെണ്ണിനോടും സംസാരിക്കണ്ട. സ്നെയിലിന് നല്ല പൊസസീവ്നെസ് ഉണ്ട്.
അധികം വൈകാതെ അവരെ കൊണ്ടുപോകാൻ ഒരു കൊറിയൻ മനുഷ്യനെത്തി. ഒരു ആഡംബര കാറിൽ അദ്ദേഹം ലഗേജുകൾ കയറ്റി അവരെ പിക്ക് ചെയ്തു. രസകരമായ ഒരു കാറായിരുന്നു അത്. പോകുന്ന വഴിക്ക് എല്ലാവരും ഒന്നിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുക പോലും ഉണ്ടായി. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. അവരുടെ ആ കാർ ഡ്രൈവർ കാർ മറ്റൊരു വാഹനത്തിൽ കൊണ്ടിടിച്ചു. ട്രുങ് ചെന്ന് ഇടപെട്ടത് സമാധാനത്തിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചെങ്കിലും എതിരായി നിന്നിരുന്ന വൃദ്ധൻ ട്രുങ്ങിനെ നല്ല തല്ലുതല്ലി ബോധം കെടുത്തി. ഒടുവിൽ അങ്ങോട്ടേക്ക് പോലീസും വന്നു ചേർന്നു. പോലീസ് എത്തിയതും കാർ ഡ്രൈവർ അത് കണ്ട് ഭയന്ന് അടുത്തുള്ള കടലിലേക്ക് എടുത്തു ചാടി. പോലീസ് എത്തി 4 പേരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഒടുവിലാണ് ആ കാര്യം വെളിപ്പെടുന്നത്. അവർ അത്ര നേരം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് മോഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു കാറിലായിരുന്നു അത്രേ. ഒടുവിൽ കാർ മോഷ്ടാവിനെ പോലീസ് പിടിച്ചു. ഡ്രൈവർ ആ സെല്ലിലേക്ക് എത്തി. പക്ഷെ അയാൾ പറഞ്ഞതാകട്ടെ അവര് 4 പേരും ചേർന്ന് തന്റെ കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയെന്നും കാർ മോഷ്ടിക്കാൻ തന്നെ നിർബന്ധിച്ചെന്നുമാണ്. അയാൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാവാതെ ആ 4 പേരും തലകുലുക്കി. പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ അത് വിശ്വസിക്കുകയും ചെയ്തു. അതോടെ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികൾ എന്ന പോലെ പോലീസുകാർ അവരെ വഴക്ക് പറയുകയാണ്. എന്താ ഈ സംഭവിക്കുന്നതെന്ന് 4 പേർക്കും ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ വിഷയത്തിൽ കൊറിയൻ എംബസി ഇടപെട്ടു. സത്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോ അവർ 4 പേരും മോചിതരായി. അങ്ങനെ അവർ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. മുറിയുടെ വലിപ്പവും മറ്റും കണ്ടപ്പോ അവർ റൂമിന്റെ ഭംഗിയെ പുകഴ്ത്തി. അവിടത്തെ ജനൽ തുറന്നാൽ ഉടൻ കടൽ കാഴ്ചകൾ കാണാൻ പറ്റും, സീ വ്യൂ ഉണ്ടാകും എന്ന് സങ്കല്പിച്ച് ഡോജിൻ പോയി കർട്ടൻ തുറന്നു. നോക്കുമ്പോ കണ്ടതോ ഒരു കൂറ്റൻ കോൺക്രീറ്റ് മതിൽ. ആ കെട്ടിടത്തിലെ ഏറ്റവും വില കുറഞ്ഞ റൂം നോക്കിയായിരുന്നു അവരെടുത്തത്. അതാകട്ടെ ഇങ്ങനെയുമായി തീർന്നു. സ്നെയിലിനെ അവർ ആ മുറിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി മറ്റൊരു മുറിയിൽ ഒറ്റയ്ക്ക് പാർപ്പിച്ചു. വൈകാതെ അവർ അവിടെ ചുറ്റിക്കാണാൻ ഇറങ്ങി. ആദ്യം പോയത് ബീച്ചിലേക്കായിരുന്നു. സുന്ദരമായ കാഴ്ച, വെളുത്ത മണൽ, നീല തിരമാലകൾ. ബാച്ചപ്പോഴും സന്യാസി വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അത് കണ്ട് വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്കെത്തി അവനെ വണങ്ങാനും മറ്റും ആരംഭിച്ചു. ഒടുവിൽ ബാക്കിയുള്ളവർ നിർബന്ധിച്ച് ബാച്ചിനെ കൊണ്ട് ആ വസ്ത്രമം കഴിപ്പിച്ചു. അതഴിച്ചപ്പോഴോ അവനിട്ടിരുന്ന ടീഷർട്ടിൽ വലിയൊരു ബുദ്ധചിത്രമത പ്രിന്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും കടലിലിറങ്ങി അവർ കുളിക്കാനും കളിക്കാനുമൊക്കെ ആരംഭിച്ചു. ഇതിനിടയിൽ ബാച്ച് അബദ്ധത്തിൽ സ്നെയിലാണെന്ന് കരുതി ഒരു വിദേശിയുടെ മേത്തേക്കായിരുന്നു വെള്ളമൊഴിച്ചത്. ആ മനുഷ്യൻ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. മുഖത്ത് വലിയ ദേഷ്യമുണ്ട്. ബാച്ച് വണങ്ങി അയാളോട് ക്ഷമ ചോദിച്ചു. പിന്നാലെ അവർ പോയത് അവിടുണ്ടായിരുന്ന ഒരു ബീച്ച് ബാറിലേക്കാണ്. സിൽവിയ എന്ന് പറഞ്ഞ ഒരു ലേഡിയായിരുന്നു അത് നടത്തിയിരുന്നത്. സിൽവിയ ഒരു കൊറിയക്കാരി കൂടിയാണ്. ട്രുങ്ങാകട്ടെ അവളോട് പുഞ്ചിരിച്ച് കുറച്ചധികം നേരം അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. സ്നെയിലിന് അത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൾ അസ്വസ്ഥതയോടെ അത് നോക്കി നിന്നു. അവളുടെ ഉള്ളിൽ എന്തോ ഒരു ഭയം തോന്നുന്നുണ്ട്. ഇതേസമയം ഡോച്ചിനാകട്ടെ കടൽ തീരത്ത് ജുൻമിനിന്റെ പാവയെയും കെട്ടിപ്പിടിച്ച് ഒന്നിച്ചുള്ള പോലെ സംസാരിച്ചൊക്കെയിരിക്കുകയാണ്. ട്രുങ് അത് കണ്ട് ഒന്ന് വിറച്ചു നിന്നു. പക്ഷേ സ്നെയിലിനെ ഏറ്റവും ഞെട്ടിച്ചത് സന്യാസിയായ ബാച്ച് പോലും സിൽവിയോട് തമാശകൾ പറഞ്ഞിടപഴകുന്നത് കണ്ടപ്പോഴാണ്. ഇവള് ശരിക്കും ഏതെങ്കിലും മതോലോക സംഘത്തിന്റെ ഭാഗമായിരിക്കും, സ്നെയില് സ്വയം പറഞ്ഞു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയെ ഗുണ്ടയെന്ന് പറഞ്ഞ് സ്നെയില് കുറ്റപ്പെടുത്തി. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇവരൊക്കെ പ്രശ്നക്കാരായിരിക്കും, മയക്കുമരുന്ന് കലർത്തി ടൂറിസ്റ്റുകളെ ഇവർ തട്ടിക്കൊണ്ടുപോകും. അവളുടെ ഭാവന കാട് കയറി. അതെല്ലാം അവൾ കൂടെയുള്ളവരോടും പറഞ്ഞു. പക്ഷേ അവരാരും അവളെ ഗൗരവമായി എടുത്തില്ല. അന്ന് വൈകുന്നേരം സിൽവിയ അവരെയെല്ലാം തന്റെ ക്ലബിലേക്ക് ക്ഷണിച്ചു. ട്രുങ്ങാണെങ്കിൽ അത് ചാടിക്കേറി വാങ്ങിച്ചു. സ്നെയിലിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നുണ്ടായിരുന്നു. അങ്ങനൊക്കെയാണെങ്കിലും രാത്രിയായപ്പോ ഏറ്റവും ഉത്സാഹത്തോടെ വസ്ത്രമൊക്കെ മാറി ക്ലബിൽ പോവാനെത്തിയത് സ്നെയിലായിരുന്നു. പക്ഷേ സ്നെയില് നോക്കുമ്പോ മുറി കിടന്ന് 3 ആൺകുട്ടികളും നല്ല ഉറക്കിലാണ്. ക്ലബിൽ പോകണ്ടേന്ന് ചോദിച്ചപ്പോ അവരത് മൈൻഡ് ചെയ്തില്ല. അവര് നാടകീയമായി കൂർക്കം വലിക്കുകയായിരുന്നു. സ്നെയില് വിശ്വസിക്കാനാകാതെ കുറച്ചുനേരം അവിടെ നിന്നു. ഒടുവിൽ അപമാനിതയായി അവള് പുറത്തേക്കും പോയി. പക്ഷെ അവൾ പോയതിന്റെ തൊട്ടുപുറകെ 3 സംഘം ചാടിയെഴുന്നേറ്റു. അവർ ഏറ്റവും മികച്ച വസ്ത്രം ധരിച്ചു. പകുതി പെർഫ്യൂം വരെ ശരീരത്തിലടിച്ചു. എന്നിട്ട് വേഗത്തിൽ നിയോൺ വെളിച്ചമുള്ള ആ ക്ലബിലേക്ക് ഓടി. ക്ലബിലെത്തിയതും തങ്ങൾ മറ്റേതോ ലോകത്തെത്തിയ പോലായിരുന്നു അവർക്ക് തോന്നിയത്. ഗാലക്സികളെ പോലെ വെളിച്ചം കറങ്ങുന്നു, കൊടുങ്കാറ്റ് പോലെ സംഗീതം മുഴങ്ങുന്നു. ഞങ്ങളിതാ വായുവിൽ ഒഴുകുകയാണ് എന്നുവരെ അവർ ചിന്തിച്ചു. ഡോച്ചിൻ ഫോൺ ഉയർത്തി സെൽഫികൾ എടുത്തു. അത് ഇൻസ്റ്റയിലും മറ്റുമെല്ലാം പോസ്റ്റ് ചെയ്തു. അവർ മതിമറന്ന് മദ്യപിച്ചു. കാലുകൾ വിറയ്ക്കുന്നവരെ നൃത്തം ചെയ്തു. ഡോച്ചിൻ അപ്പോഴാണ് സ്റ്റേജിന് മുകളിൽ നിൽക്കുന്ന ഡിജയെ നോക്കുന്നത്. അവന്റെ കുട്ടിക്കാലത്തെ ആ സ്വപ്നം ഉള്ളിൽ ഉണർന്നു വന്നു. താൻ കുഴിച്ചുമൂടിയിരുന്ന സ്വപ്നം. ഇതിനിടയിൽ ട്രുങ് ബാറിലെത്തിയ സിൽവിയയെ കണ്ടുമുട്ടി. അവർ കൗശലത്തോടെ പുഞ്ചിരിച്ച് ട്രുങ്ങിന് ഒരു കോക്ടെയിൽ കൊടുത്തു. പക്ഷേ അത് കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഡിജെ പ്ലാറ്റ്ഫോമിൽ വലിയൊരു ബഹളം നടക്കുന്നത് അവൻ കണ്ടു. ഡോച്ചിൻ ഡിജെയുടെ മേശയ്ക്ക് മുകളിൽ കയറി താൻ പ്രധാന ഡിജെ ആണെന്ന ഭാവത്തിൽ കൈകൾ വീശുകയും ഒച്ചയുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു. അവരൊക്കെ വേഗം ഓടിച്ചെന്ന് ഡോജിനെ പിടിച്ച് താഴെ ഇറക്കി. അവനുമായി പുറത്തെത്തി. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഡോജിൻ
പറയുന്നുണ്ടായിരുന്നത്. കണ്ണുകൾ പുറകിലേക്ക് മറിഞ്ഞ് മട്ടുപ്പാവ് മട്ടുപ്പാവ് എന്നവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ബാച്ചിന്റെ മുഖം മാറി എന്തോ സംഭവിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, വേഗത്തിൽ ഡോച്ചിനിന്റെ മരുന്നെടുക്കാൻ ട്രുങ് ഹോട്ടലിലേക്ക് ഓടി. അവിടെ എത്തിയപ്പോഴോ ഇരുട്ടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സ്നെയിലിനെയാണ് കണ്ടത്. അവൾ ദുഃഖത്തിലും ദേഷ്യത്തിലുമായിരുന്നു. സന്തോഷമായല്ലോ അല്ലേ, എന്നെ ഒഴിവാക്കിപ്പോയപ്പോ വലിയ രസം തോന്നിക്കാണുമല്ലോ. ട്രുങ്ങിന് അവളോട് എന്തു പറയണമെന്ന് അറിവുണ്ടായിരുന്നില്ല. അവന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അവൻ എന്തൊക്കെയോ വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്നെയിൽ മൃദുവായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, നീ സുരക്ഷിതനായി തിരിച്ചു വന്നല്ലോ, എനിക്കതു മതി. ഒരു നിമിഷം അവനൊന്ന് സ്തംഭിച്ചു നിന്നു. അതുവരെ ഇല്ലാത്തൊരു വികാരം അവന്റെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നു. പെട്ടെന്നാണ് മരുന്നുമായി എടുക്കാനാണല്ലോ താൻ വന്നത് എന്നവന്റെ ഉള്ളിലേക്ക് ഓടിയെത്തിയത്. മരുന്നെടുത്ത് സ്നെയിലിനോടും കാര്യം പറഞ്ഞ് അവൻ ക്ലബിലേക്ക് ഓടി. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും വലിയൊരു ആൾക്കൂട്ടം അവിടെ കൂടിയിരുന്നു. ആളുകൾ ബാച്ചിനെയും ഡോച്ചിനെയും പരിഹസിക്കുകയും ഫോണിൽ വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. ട്രുങ്ങിന്റെ ഉള്ളിൽ ദേഷ്യം മണപൊട്ടിയൊഴുകി. ഒരു കസേരയെടുത്ത് അവൻ വന്യമായി വീശി. ആളുകൾ ചിതറിയോടി. നിർഭാഗ്യവശാൽ ആ സമയത്താണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. താൻ മരുന്നെത്തിക്കാൻ വന്നതാണെന്നും ഡോച്ചിൻ അസുഖബാധിതനാണ് എന്നും അവർ വിശദീകരിക്കാൻ നോക്കിയെങ്കിലും പോക്കറ്റിൽ നിന്ന് ട്രുങ് മരുന്നെടുക്കുന്ന സമയം പോലീസ് അത് തെറ്റിദ്ധരിച്ചു. അവരെന്തോ ആയുധമെടുക്കാൻ പോവുകയാണ് എന്നായിരുന്നു പോലീസ് ചിന്തിച്ചത്. വൈകാതെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് അവർ താഴെ വീണു. അങ്ങോട്ടേക്കോടിയെത്തിയ സ്നെയിലും അതിൽ പെട്ടിരുന്നു. ഒടുവിൽ അവരൊക്കെ വീണ്ടും ജയിലിലായി. അടുത്ത ദിവസം കൊറിയൻ എംബസിയിൽ നിന്ന് ആളെത്തിയായിരുന്നു വീണ്ടും അവരെ മോചിപ്പിച്ചത്. അവരെ ഡ്രോപ്പ് ചെയ്യുമ്പോ ആ ഓഫീസർ പറഞ്ഞു, 10 മണിക്കൂർ വരെ ഒരു പണിയില്ലാതെ ഞാനിരിക്കുമായിരുന്നു. നിങ്ങളെത്തി ഇവിടെ എനിക്ക് പണി തരാൻ തുടങ്ങി. ഇനിയും പ്രശ്നമുണ്ടാക്കിയ തിരികെയുള്ള ഫ്ലൈറ്റ് എനിക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. അതും പറഞ്ഞ് അവരോട് കൈകൂപ്പിക്കൊണ്ടായിരുന്നു അയാൾ പോയത്. അന്നവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അവർ അവിടെ തന്നെ തുടർന്നു. ഭക്ഷണം കഴിക്കുമ്പോ സ്നെയിലിന്റെ കയ്യിൽ പറ്റിയ മുറിപ്പാട് ട്രങ് ശ്രദ്ധിച്ചു. അവൻ അതിലൊട്ടിക്കാൻ ബാൻഡേജ് അവൾക്ക് കൊടുത്തു. സ്നെയിലിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇങ്ങനാണെങ്കിൽ ഞാൻ എന്നും എന്റെ കൈ മുറിവ് പറ്റിക്കും എന്ന മട്ടിൽ അവൾ പറഞ്ഞു. പക്ഷേ മറ്റൊന്നുകൂടി സംഭവിച്ചിരുന്നു. ട്രുങ്ങിനെ തേടി അവന്റെ ബോസിന്റെ കോൾ വന്നു. നീ അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? 10 വർഷം ഞാൻ നിന്നെ വിശ്വസിച്ചു. പക്ഷേ നീ നൽകിയ വാക്കൊക്കെ നീ തെറ്റിച്ചു. നിന്റെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് പാക്ക് ചെയ്തെടുത്തോ. നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. ട്രുങ്ങിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് വ്യക്തമായത്. തായ്ലാന്റിൽ അവരുണ്ടാക്കിയ പ്രശ്നങ്ങളും തലേന്ന് ക്ലബിൽ വെച്ച് നടന്ന ഇൻസിഡന്റുമെല്ലാം ഇന്റർനെറ്റിൽ വൈറലായി കഴിഞ്ഞിരുന്നു. അവരുടെ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ച തന്നെ നടക്കുകയാണ്. ഇവര് കുഴപ്പക്കാരാണോ, രാഷ്ട്രീയക്കാരാണോ, മറ്റൊരു നാട്ടിൽ പോയി ഇങ്ങനാണോ പെരുമാറുന്നേ? മൊത്തത്തിൽ അഭ്യൂഹങ്ങൾ. തായ് എംബസിയുമായി ട്രുങ്ങിന്റെ ബോസിന് നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അയാളാകട്ടെ ഇതിന്റെ പേരിൽ ആകെ പെട്ടിരിക്കുന്നു. വിവരം മനസ്സിലായതും ട്രുങ് പരിഭ്രാന്തനായി. ജോലി നഷ്ടപ്പെട്ട എന്തു ചെയ്യും? മറുവശത്ത് ഡോച്ചിനാകട്ടെ വൈറലായപ്പോ തന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടുന്നത് കണ്ട് സന്തോഷത്തോടെ അത് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രുങ്ങിന്റെ സഹനശേഷി അവസാനിച്ചിരുന്നു. ദേഷ്യം കൊണ്ട് വിറച്ചിയവൻ ഡോച്ചിനിന്റെ കയ്യിലുണ്ടായിരുന്ന ജുൻമിന്നിന്റെ പാവ പിടിച്ചു വാങ്ങി. നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഈ പാവ ഞാൻ വലിച്ചു കയറി കളയും, ദേഷ്യത്തോടെ ട്രുങ് പറഞ്ഞു. ഡോച്ചിനും വലിയ ദേഷ്യം ഇരച്ചു കയറി വന്നിരുന്നു. കൂട്ടത്തിൽ സങ്കടവും. നീയും ബാച്ചും കൂടി ജുൻമിനെ വഞ്ചിച്ചു. അവൻ ദൂരെയാണ്. ഒരിക്കൽ പോലും നിങ്ങളൊന്നും അവനെ വിളിച്ചു പോലുമില്ല. അല്ലേലും ഹൈസ്കൂളിലൊക്കെ നീ നിന്റെ ഒരു അടിമയെ പോലെയല്ലേ അവനെ കണ്ടിരുന്നത്. ഇപ്പോഴും അവനെന്തോ ജീവിച്ചിരിപ്പില്ലാത്ത പോലെയാ നിങ്ങളൊക്കെ പെരുമാറുന്നത്. ട്രുങ്ങിന്റെ രക്തം തിളയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വയ്യാത്ത സങ്കടപ്പെട്ട ഓരോന്ന് പറയുന്ന ഒരുത്തനോട് ഫൈറ്റ് ചെയ്യാൻ, അതും തന്റെ കൂട്ടുകാരനെ കൂടുതൽ വേദനിപ്പിക്കാൻ ട്രുങ് തയ്യാറായിരുന്നില്ല. ദേഷ്യപ്പെട്ട് അവൻ പുറത്തേക്കിറങ്ങിപ്പോയി. ബാച്ച് അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ട്രുങ് നിന്നതേയില്ല. അന്ന് രാത്രി ഡോച്ചിൻ ഒരു തരത്തിൽ ബീച്ചിലേക്ക് വന്നു. അവന്റെ ശബ്ദം അടയുന്നവരെ അവൻ ട്രുങ്ങിനെ ഉറക്ക വിളിച്ചു. അവൻ മരുന്ന് കഴിച്ചിരുന്നില്ല. അവന്റെ മനസ്സ് വീണ്ടും തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ അവന്റെ വിളികേട്ട് ട്രുങ് നടന്നു വരുന്നത് കണ്ടപ്പോ അവൻ പൊട്ടിക്കരഞ്ഞു. ഓടിച്ചെന്ന് അവന്റെ കൈകളിലേക്ക് ചാടി വീണു. അവൻ വേദനയോടെ പറഞ്ഞു, എനിക്ക് മാപ്പ് താടാ, ഞാൻ സ്വാർത്ഥനാണ്. നീ കടലിൽ ചാടുവോ, നീ എന്നെ വിട്ട് പോകുവോ എന്നൊക്കെ ഞാൻ പേടിച്ചു പോയി. ട്രുങ് വല്ലാതൊന്ന് നെടുവീർപ്പിട്ടു. അവനോട് ദേഷ്യപ്പെടാൻ ട്രുങ്ങിന് സാധിച്ചില്ല. ഡോച്ചിനെ ട്രുങ് ആശ്വസിപ്പിച്ചു. ആ 4 അംഗ സംഘം വീണ്ടും ഒന്നായി മാറി. അങ്ങനെ അടുത്ത ദിവസത്തിന് അവർ കാത്തിരുന്നു. അടുത്ത ദിവസം മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതായിരുന്നു. അന്നാണ് മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ തായ്ലാന്റിലേക്ക് വന്നതുപോലും. അവർ അത് നടക്കുന്ന ഇടത്തേക്കെത്തി. അവിടെ DJ സ്റ്റാർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി അവരെ തിരിച്ചറിഞ്ഞ് കൈവീശി അങ്ങോട്ടേക്ക് വന്നത്. തായ്ലാന്റിൽ വന്നിറങ്ങിയപ്പോ ഒരു പെൺകുട്ടിയുടെ പെഴുത്ത് വീണപ്പോ ട്രുങ് അത് എടുത്തുകൊടുത്തല്ലോ, അതേ പെൺകുട്ടിയായിരുന്നു അത്. പിന്നാലെയാണ് ഒരു കാര്യം വ്യക്തമായത്. ആ DJ സ്റ്റാറിന്റെ കാമുകിയാണ് ആ പെൺകുട്ടി. തന്നെ സഹായിച്ച അവരെപ്പറ്റി DJ സ്റ്റാറിനോട് അവൾ എടുത്തു പറഞ്ഞു. ഡോച്ചിന്റെയും ജുൻമിന്റെയും ആരാധനപാത്രമായ അതേ DJ സ്റ്റാർ തന്റെ കാമുകിയെ സഹായിച്ച അവർക്ക് VIP സീറ്റുകൾ തന്നെ
അവൻ നൽകുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ആ പ്രദേശം ലേസർ ലൈറ്റിനാൽ തിളങ്ങി. സംഗീതം ഒരു ഹൃദയമിടിപ്പ് പോലെ മുഴങ്ങി. എല്ലായിടത്തേക്കും വെള്ളവും മറ്റും ചീറ്റിത്തെറിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തങ്ങൾ ജീവിക്കുകയാണ് എന്ന് ആ നാലംഗ സംഘത്തിന് തോന്നി. ആ നിമിഷം DJ സ്റ്റാർ ആൾക്കൂട്ടത്തിൽ അവരെ കണ്ടെത്തുകയും ഡോജിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഡോജിൻ ജുൻമിനിന്റെ പാവയെയും കയ്യിലെടുത്ത് വേദിയിലേക്ക് കയറി. കാരണം ആ ഒരു നിമിഷം അവർ രണ്ടുപേർക്കും അവകാശപ്പെട്ടതായിരുന്നു. താഴെ നിന്ന് അവരുടെ സുഹൃത്തുക്കൾ ആവേശത്തോടെ ആർപ്പ് വിളിച്ചു. ആ സന്തോഷം എത്ര നേരം നീണ്ടുനിന്നു എന്ന് പോലും അവർക്കിപ്പോൾ അറിയില്ല. വെളിച്ചം മങ്ങിയപ്പോൾ ഇരുട്ടെല്ലാം വിഴുങ്ങിയിരുന്നു. പക്ഷേ പിറ്റേന്ന് ട്രുങ് കണ്ണു തുറക്കുമ്പോൾ അവർ അടച്ചുപൂട്ടപ്പെട്ട ഒരു ഗോഡൌണിലായിരുന്നു. അവന്റെ കൂടെ അവന്റെ കൂട്ടുകാരുമുണ്ട്. അവരൊക്കെ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു. അവയവ കച്ചവടം നടക്കുന്ന ഒരു ആസ്ഥാനമായിരുന്നു അത്. രാത്രിയിൽ മദ്യപിച്ച് ബോധരഹിതരായ അവർ തട്ടിക്കൊണ്ട് പോകപ്പെട്ടതാണ്. തൊട്ടുപുറകെ ബാച്ച് ഉണർന്നു. ബാച്ചിന് കഴിഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഓർമ്മയുണ്ടായിരുന്നു. സംഭവം എന്തെന്നാൽ ഫെസ്റ്റിവലിന് ശേഷം സിൽവിയ അവരെ ബീച്ചിൽ ഡ്രിങ്ക് കഴിക്കാൻ ക്ഷണിച്ചിരുന്നു. ട്രുങ് സിൽവിയയോട് സംസാരിക്കുന്നത് കണ്ട് സങ്കടപ്പെട്ട സ്നെയിൽ അങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് അപ്പോഴേ പറഞ്ഞു. അവൾ സങ്കടപ്പെട്ട് ഹോട്ടലിലേക്കും പോയി. പക്ഷെ മദ്യപിച്ച് അവർ ബോധരഹിതരായി വീഴുകയായിരുന്നു. മറുവശത്ത് സ്നെയിലാകട്ടെ തന്റെ കൂടെയുള്ളവരെ കാണാതെ അസ്വസ്ഥയായി. സ്നെയിൽ പോലീസ് സ്റ്റേഷനിലെത്തി കംപ്ലൈന്റ് കൊടുത്തു. അവിടെ വെച്ചിട്ടാണ് വാണ്ടഡ് പോസ്റ്റേഴ്സിലുള്ള സിൽവിയയുടെ ചിത്രം അവൾ കാണുന്നത്. ഉടൻ തന്നെ അവൾ പോലീസിനോട് അവളുടെ കാര്യങ്ങൾ പറഞ്ഞു. മറുവശത്ത് ആയുധക്കച്ചവടം ചെയ്യുന്നവരാകട്ടെ അവർ മൂവരെയും ശസ്ത്രക്രിയ ചെയ്യുന്നിടത്തേക്ക് കിടത്തി. ആയുധങ്ങൾ എടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷെ ഭാഗ്യവശാൽ കൃത്യസമയം അങ്ങോട്ടേക്ക് പോലീസ് ആയുധ സംഘം കടന്നു വന്നു. കനത്ത ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ കൂട്ടുകാർ രക്ഷപ്പെട്ടു. ഡോച്ചിനെയും കൂട്ടി ട്രുങ്ങും ബാച്ചും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങി. പക്ഷേ ഡോച്ചിൻ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കെട്ടിടത്തിനകത്ത് ജുൻമിൻ ഉണ്ടെന്നും അവനെയും രക്ഷപ്പെടുത്തണം എന്നും പറഞ്ഞവൻ വാശി പിടിച്ചു കരഞ്ഞു. അത് ജുൻമിനല്ലെന്നും അത് വെറും ഒരു പാവയാണെന്നും ട്രുങ് പറഞ്ഞെങ്കിലും ഡോജിൻ അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ട്രുങ് പതിയെ ഡോജിനെ തല്ലി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ അവനെ വിട്ടുകളഞ്ഞേ പറ്റൂ. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കണം. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവരൊന്നിച്ച് തായ്ലാന്റ് ട്രിപ്പ് പോവാൻ വന്നപ്പോ ബസ് മിസ്സായിരുന്നല്ലോ. പക്ഷേ അന്നവർ പിന്നീട് പോകാമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തു നിൽക്കുമ്പോഴേക്കും അവർ വന്ന ബസിന്റെ ഡ്രൈവർ അങ്ങോട്ടേക്ക് തിരികെയോടി വന്നു. അവർ കയറിയിട്ടില്ല എന്ന ഡ്രൈവർ അറിഞ്ഞത് അപ്പോഴായിരുന്നു. അവർ വീണ്ടും ബസ്സിൽ കയറി. ബസ് മുമ്പോട്ടേക്ക് സഞ്ചരിച്ചു. പക്ഷേ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ആ ബസ് ഒരു അപകടത്തിൽപ്പെട്ടു. ട്രുങ്ങും ബാച്ചും ആദ്യം പുറത്തേക്ക് ചാടിയിരുന്നു. ഡോജിനാകട്ടെ ജുൻമിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കി. പക്ഷേ ജുൻമിനിന്റെ കാൽ ഒടിഞ്ഞ് ബസ്സിൽ കുടുങ്ങിപ്പോയിരുന്നു. അവൻ എഴുന്നേക്കാൻ സാധിച്ചില്ല. ഡോജിൻ കൂട്ടുകാരെ വിളിക്കാൻ സഹായത്തിനായി ഓടി. പക്ഷേ ബസ്സിൽ നിന്നും അവൻ പുറത്തേക്കിറങ്ങിയതിന്റെ തൊട്ടുപുറകെ ബസ് പൊട്ടിത്തെറിച്ചു. ജുൻമിൻ അവിടെ വെച്ച് മരണമടഞ്ഞു. ആ ആഘാതത്തിലായിരുന്നു ഡോജിനിന്റെ മാനസിക നില തെറ്റിയതും. ജുൻമിൻ മരണപ്പെട്ട കാര്യം അവനിപ്പോഴും ഓർമ്മയില്ല. ജുൻമിൻ ജീവിക്കുന്നുണ്ട് എന്നാണ് അവനിപ്പോഴും വിശ്വസിക്കുന്നത്. ഡോജിൻ വേദനയോടെ ആ സത്യങ്ങൾ അംഗീകരിച്ചു. നീ പറയുന്നതൊക്കെയും സത്യമാണ്. ഇത്ര നാളും ആ കുറ്റബോധത്തിലാണ് ഞാൻ ജീവിച്ചത്. രക്ഷപ്പെടുത്താൻ അവൻ എന്റെ കൈ പിടിച്ചിരുന്നു. പക്ഷെ ആ കൈ വിടുവിപ്പിച്ച ഞാൻ പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ 10 കൊല്ലക്കാലം ആ കുറ്റബോധം പേറിയ ഞാൻ ജീവിച്ചത്. എനിക്കിനിയും അത് വയ്യ. ജുൻമിനെ ഞാൻ രക്ഷപ്പെടുത്തും. അതും പറഞ്ഞ് തീ കത്തി പിടിച്ചു തുടങ്ങിയിരുന്ന ആ വെയർഹൌസിന്റെ അകത്തേക്ക് ഡോജിൻ ഓടി. അകത്തുണ്ടായിരുന്ന ജുൻമിനിന്റെ പാവയെടുത്തു. അതിനെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കടാ, എന്നോട് ക്ഷമിക്കടാ. ഓരോ ഓർമ്മകളും അവന്റെ ഉള്ളിൽ മിന്നിമാഞ്ഞു. ട്രുങ്ങും ബാച്ചും കൂടി ഓടി വന്നു. മയങ്ങി വീഴാൻ തുടങ്ങിയ ഡോജിനെ അവർ താങ്ങിയെടുത്ത് പുറത്തെത്തിച്ചു. ജുൻമിനിന്റെ പാവ കെട്ടിടത്തിനകത്ത് വീണുപോയിരുന്നു. ട്രുങ് തിരിഞ്ഞു നോക്കി. അതില്ലാതെ പോവാൻ എന്തോ അവന് തോന്നിയില്ല. അവർ തിരികെ പോയി ജുൻമിനിന്റെ പാവയെയും കൂടെയെടുത്തു. പിന്നാലെ കെട്ടിടം കത്തിയമരുന്നതിന് മുമ്പ് അവർ പുറത്തു കടന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എന്റെ 20 ജീവിതത്തിലെ സർവീസിൽ ആദ്യമായിട്ടാ ഞാനൊരു പാവയെ രക്ഷപ്പെടുത്തുന്നത്. അവർക്ക് തിരികെ പോവേണ്ടുന്ന സമയമായിരുന്നു. കൃത്യസമയത്ത് തിരികെ എത്തണം. ബോസിനെ കാണണം. ഒരുപക്ഷെ ജോലി തിരിച്ചു കിട്ടിയേക്കും. അവസാന അവസരമാണ്. ട്രുങ്ങും സംഘവും എയർപോർട്ടിലേക്ക് ഓടി. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും വിമാനം എടുക്കാൻ തുടങ്ങിയിരുന്നു. ട്രുങ് വല്ലാതായി. ജീവിതത്തിലെ തന്റെ സ്വപ്നമില്ലാതാവുന്നു എന്നൊക്കെ അവൻ പുലമ്പി. സ്നെയിൽ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ അവൻ കുറച്ച് സ്നാക്ക് വാങ്ങാൻ പോയി. തിരിച്ചു വന്നപ്പോ കണ്ടത് ഞെട്ടലോടെ നിൽക്കുന്ന ഡോജിനെയും ബാച്ചിനെയുമാണ്. നോക്കുമ്പോൾ അതാ വിമാനം തടയാൻ സ്നെയില് റൺവേയിലേക്ക് ഓടിയിറങ്ങിയിരിക്കുന്നു. വിമാനത്തിന്റെ വട്ടം പോയി നിന്ന് അവൾ ആ വിമാനം തടഞ്ഞു നിർത്തി. സെക്യൂരിറ്റി പിടികൂടി സ്നെയിലിനെ കൊണ്ടുപോവാൻ തുടങ്ങി. വിമാനത്തിലേക്ക് കയറാൻ ട്രുങ്ങിനും മറ്റും സമയം ലഭിച്ചു. പോകുന്നതിനു മുമ്പ് ട്രുങ്ങിനെ കണ്ടതും സ്നെയിൽ ഒരു നിമിഷം എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയോട് സമയം വാങ്ങി ട്രുങ്ങിനടുത്തെത്തി. പ്രിയപ്പെട്ടവനെ, നീ പേടിക്കണ്ട കേട്ടോ. നീ കൊറിയയിലേക്ക് സുരക്ഷിതമായി പൊക്കോ. ഞാൻ അതിനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇടറുന്ന ശബ്ദത്തോടെ അവൾ പറഞ്ഞു,
എനിക്കറിയാം ഞാൻ നിന്റെ ടൈപ്പ് ഒന്നുമല്ലെന്ന്. നീ വിചാരിച്ച അത്രയും പഠിക്കാനും എനിക്ക് പറ്റിയിട്ടില്ല. ഞാനൊരു സില്ലി പെൺകുട്ടിയാണ്. പക്ഷെ നിന്റെ കൂടെയുള്ളപ്പോ കുറച്ച് വട്ടുള്ള പോലെയാ എനിക്കെന്നെ തോന്നാറുള്ളത്. നിന്നെ കണ്ട അന്നു മുതല് നീ എന്റെയാണെന്ന് എന്റെ ഉള്ളിലൊരു തോന്നൽ വന്നു. എന്നും നീ എന്റെ കൂടെ കാണണം. അതും പറഞ്ഞ് അവൾ തന്റെ വിരലിലുണ്ടായിരുന്ന ഒരു മോതിരം അവന്റെ വിരലിലേക്ക് അണിയിച്ചു. പിന്നാലെ ഒച്ച മാറ്റി അവൾ പറഞ്ഞു, നോക്കിക്കേ, നമ്മളിപ്പോ ഒഫീഷ്യലായി ഡേറ്റ് ചെയ്യാൻ തുടങ്ങുവാട്ടോ. ട്രുങ് ഒരു നിമിഷം സ്തബ്ധനായി അവളെ തന്നെ നോക്കി നിന്നു. സെക്യൂരിറ്റി അവളെ പിടിച്ചുകൊണ്ട് പോയി. ട്രുങ് അവളുടെ പേര് ഉറക്കെ വിളിച്ചു. അവൾ തിരികെ നോക്കിക്കൊണ്ട് അലറി, ട്രുങ്, ഐ ലവ് യു. ഇന്ന് നമ്മുടെ ആദ്യത്തെ ഡേറ്റ് ആണ്. പക്ഷെ ട്രുങ് വേഗം കയ്യിൽ നിന്ന് മോതിരം ഊരി. അല്ല, ഡേറ്റ് ഒന്നുമല്ല, അവൻ പറയാൻ ശ്രമിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ട്രുങ് തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ട്രുങ്ങിന്റെ ബോസ് ലീഡർഷിപ്പ് സീറ്റ് വിജയിച്ചു. നിരാഹാര സമരമായിരുന്നു അദ്ദേഹത്തിനത് നേടിക്കൊടുത്തത്. റിപ്പോർട്ടേഴ്സ് ചോദിച്ചപ്പോ തന്റെ സെക്രട്ടറി ട്രുങ് കാരണമാണ് തനിക്കൊക്കെ നേടാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. ട്രുങ്ങിന് വലിയ മതിപ്പും ലഭിച്ചു. ഒരു മാസത്തിനു ശേഷം സ്നെയില ജയിലിൽ നിന്ന് മോചിതയായി. എല്ലാ ദിവസവും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി ട്രുങ് അവൾക്കായി യാചിച്ചതുകൊണ്ട് മാത്രമായിരുന്നു അത് നടന്നത്. അവൾ തിരിച്ചു വന്നപ്പോ ബാച്ചാണ് അവളുടെ മോതിരം അണിഞ്ഞിരിക്കുന്നത്. അത് കണ്ട് ദേഷ്യം വന്ന് സ്നെയിൽ അവനെ അടിക്കാൻ വേണ്ടി ആഞ്ഞു. ട്രുങ് ഓടിവന്ന് ആ മോതിരം വാങ്ങി തന്റെ വിരലിൽ അണിഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ കപ്പിൾസായി മാറി. ബാച്ചാകട്ടെ തന്റെ സ്പിരിച്വൽ പ്രാക്ടീസ് ആരംഭിച്ചു. അവന്റെ അമ്മ അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. ഡോജിൻ പൂർണ്ണമായി സുഖം പ്രാപിച്ചിരുന്നു. അവനിപ്പോൾ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി നോക്കുന്നു. പിന്നീട് ഒരു ദിവസം 3 കൂട്ടുകാരും ഒന്നിച്ച് ജുൻമിനിന്റെ കല്ലറ സന്ദർശിച്ചു. ബാച്ച് കരയാൻ ശ്രമിച്ചെങ്കിലും കണ്ണുനീർ വന്നില്ല. ഒരുപാട് കാലമായില്ലേ, അവൻ മന്ത്രിച്ചു. നമ്മൾക്കറിയുന്നത് അവൻ ഇഷ്ടപ്പെടില്ല. ആ പുല്ലുകൾക്കിടയിലൂടെ കാറ്റ് മൃദുവായി വീശി. തങ്ങളുടെ സുഹൃത്ത് മുകളിൽ എവിടെയോ ഇരുന്ന് പുഞ്ചിരിക്കുന്നത് പോലെ അവർക്കെല്ലാവർക്കും തോന്നി. ജീവിതത്തിലുടനീളം പരസ്പരം താങ്ങായ ആ 4 കൂട്ടുകാരുടെ കഥ ആദർശങ്ങളോടെ അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.